ഏവർക്കും മൈ ആസ്ട്രോബെന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷത്തിലെ ശനിദേവനെ നീതി, പ്രവൃത്തി, അച്ചടക്കം എന്നിവയുടെ ഗ്രഹമായിട്ടാണ് കാണുന്നത്. ഒരു വ്യക്തിയുടെ നല്ലതും ദോഷപരവുമായ പ്രവർത്തികൾക്കനുസരിച്ചിട്ട് കർമ്മഫലം നൽകുന്ന ദേവനാണ് അദ്ദേഹം. അപ്പൊ അതിനാൽ തന്നെ ജീവിതത്തിലെ ശനിയുടെ സ്വാധീനം വളരെ ആഴമുള്ളതും പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. ഇപ്പൊ ശനിയുടെ ഏറ്റവും ശക്തമായ കാലഘട്ടങ്ങളിൽ ക്ഷമ, കഠിനാധ്വാനം, ശരിയായ മാർഗം പിന്തുടരൽ എന്നിവയൊക്കെ നിർബന്ധമാണെന്നാണ് നമ്മുടെ ജ്യോതിഷം വ്യക്തമാക്കുന്നത്. ദൃക്പഞ്ചാംഗം പ്രകാരം 2026 ഏപ്രിൽ 17 വെള്ളിയാഴ്ച വൈകുന്നേരം 4:05 ശനി ഉത്തര ഭദ്രപാദ നക്ഷത്രത്തിലെ 4-ാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക. ജ്യോതിഷ ശാസ്ത്ര പ്രകാരം ഉണ്ടല്ലോ, ശനിയുടെ ഈ മാറ്റം എല്ലാ രാശിചിഹ്നങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ ചില രാശികൾക്ക് പ്രത്യേക ഗുണപരവും ഈ സമയത്ത് നൽകുന്നുണ്ട്. അതായത് തൊഴില്, സാമ്പത്തിക സ്ഥിതി, കുടുംബജീവിതം എന്നിവയിൽ നല്ല മാറ്റങ്ങൾ അനുഭവിക്കല് തുടങ്ങിയവയൊക്കെയാണ്. ഏത് രാശികൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നു എന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. എല്ലാ രാശികളെയും സ്വാധീനിക്കുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി കൂടുതൽ ഗുണപരമായിട്ട് മാറുന്നത് മേടം രാശിക്കും അതുപോലെ കർക്കിടകം രാശിക്കും ചിങ്ങം രാശിക്കാണ്. നമുക്ക് മേടം രാശി വിശദമായിട്ട് ആദ്യം പരിശോധിക്കാം. മേടം രാശിക്കാർക്ക് ഈ കാലയളവില് ക്രമേണ പുരോഗതി കൈവരിക്കാനായിട്ട് കഴിയും. വളരെ കാലമായിട്ട് മുടങ്ങിയിരുന്ന ജോലികളൊക്കെ പൂർത്തീകരണത്തിന്റെ അടയാളങ്ങളായിട്ട് കാണിക്കും. ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനും അംഗീകരിക്കാനും ആദരവൊക്കെ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചം സംഭവിച്ചിട്ട് പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടും. കുടുംബാന്തരീക്ഷം സമാധാനപരമായിട്ട് നിങ്ങൾക്ക് മാറും. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വീട്ടിൽ പോസിറ്റീവ് എനർജി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുണ്ടാവുക. അടുത്തത് കർക്കിടകം രാശിക്കാർക്ക് മൊത്തത്തിൽ ഒരു മാറ്റം നൽകുന്ന ഒരു സമയമാണ്. ഇവർക്ക് ആശ്വാസം കൂടുതൽ നൽകുന്ന ഒരു സമയമായിരിക്കും. വളരെ കാലമായിട്ട് സൂക്ഷിച്ചിരുന്ന ഫണ്ടുകളൊക്കെ തിരികെ ലഭിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ നന്നായിട്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. പഴയ പ്രശ്നങ്ങൾ ക്രമേണ പരിഹരിച്ചിട്ട് മനസ്സിൽ സമാധാനം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും. സാമ്പത്തിക സ്ഥിതിയിലും ഒരു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു മെച്ചം പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ് ഇത്. അടുത്തത് ചിങ്ങം രാശിക്കാർക്ക് ഈ കാലയളവിൽ നല്ല മാറ്റം പ്രതീക്ഷിക്കാം. കുടുംബവുമായിട്ട് ബന്ധം ശക്തിപ്പെടുകയും അതുപോലെ തന്നെ വീടിന്റെ അന്തരീക്ഷം സുഖകരമായിട്ട് മാറുന്ന ഒരു സമയമാണ്. ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. പഴയ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും. സമ്മർദ്ദം കുറയുന്നതോടുകൂടി ആത്മവിശ്വാസമൊക്കെ വർദ്ധിച്ചിട്ട് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ദീർഘകാല കഠിനാധ്വാനം ഇപ്പോൾ ഫലപ്രദമാക്കാനും അതുപോലെ തന്നെ പുതിയ നിക്ഷേപ അവസരങ്ങൾ ഉയർന്നു വന്ന് ഭാവിയിൽ നേട്ടങ്ങൾ നൽകാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. ഇന്നത്തെ കുഞ്ഞധ്യായം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.